PMCA-യിൽ ഒപ്പുവെപ്പിച്ച് ഫണ്ട് കൊടുപ്പിച്ചതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലാണ്. അതായത് കമാന്നൊരു എതിർപ്പ്, ഒരു വിയോജിപ്പ് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ പ്രകടിപ്പിക്കാതെ PMCയിൽ ഒപ്പുവെച്ച് ആയിരക്കണക്കിന് കോടി രൂപ ആ സംസ്ഥാനങ്ങൾ വാങ്ങിയെടുത്തു. അത് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിൻ്റെ അധ്യക്ഷതയിലാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാം. അത് മന്ത്രിയോട് വേണം നിങ്ങൾ ചോദിച്ചോളൂ. പക്ഷേ രാജസ്ഥാൻ മാത്രമല്ലേ ഇവർ ഒപ്പിട്ടിട്ടുള്ളൂ, കോൺഗ്രസ് സർക്കാർ ഒപ്പിട്ടിട്ടുള്ളൂ. രാജസ്ഥാൻ മാത്രമല്ലേ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ ഒപ്പിട്ടല്ലോ. ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയത് രാജസ്ഥാനിലെ. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, കർണാടക, തെലുങ്കാന ഇവർക്കെല്ലാം കിട്ടുന്നില്ലേ? യഥേഷ്ടം എത്രയോ പണം കിട്ടുന്നു. രാജസ്ഥാനിൽ മാത്രം ഒരു വർഷം 3000 കോടിയില്ലേ? പിന്നെ ആര് BJP-ക്കാര്? അതേതാ BJP-ക്കാരാണ്? ആരാ BJP-ക്കാര്? കോൺഗ്രസ്സുകാര് BJP-ക്കാരാ? അത് അതെ. ആര്? രാജസ്ഥാനിലും മറ്റേ ഓരോ രാജസ്ഥാൻ ഒഴികെ എന്ന് പറയുമ്പോൾ അവരൊപ്പിട്ടില്ലേ? രാജസ്ഥാൻ എന്താ സംസ്ഥാനമല്ലേ? സംസ്ഥാനം. ഒരു സെക്കൻഡ്. അതായത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിനും കേന്ദ്ര സർക്കാരിനും ഇടയിൽ പാലമായി നിൽക്കാൻ നിക്ഷിപ്തനാണ് ഞാൻ. അല്ലാതെ കേരളത്തിന്റെ പാരയായി നിൽക്കലല്ല എൻ്റെ പണി. അതായത് ഈ ഫാസിസ്റ്റ് സംവിധാനത്തെ എതിർക്കുന്ന കാര്യത്തിൽ ഒരു കോൺഗ്രസ്സുകാരന്റെ ഒരു ലീഗുകാരന്റെ സർട്ടിഫിക്കറ്റ് ജോൺ ബ്രിട്ടാസിന് വേണ്ട. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, ജോൺ ബ്രിട്ടാസ് അങ്ങ് ഉരുണ്ട് മറയാണ്. ഏതായാലും ഉപദേശവും ഊക്കലും മലയാളികളുടെ മുന്നിലേക്ക് വെക്കണ്ട എന്ന് തന്നെയാ ജോൺ ബ്രിട്ടാസിനോട് പറയാനുള്ളത്. സഭയിൽ നിന്ന് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ഇടയിൽ പാലമായി നിന്നിട്ടുള്ളത് ജോൺ ബ്രിട്ടാസ് ആണ്. അതിന് നന്ദി പോലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ച സമയത്ത് ഈ ജോൺ ബ്രിട്ടാസിന് ഒരക്ഷരം എതിർത്ത് പറയാൻ സാധിച്ചിട്ടില്ല. ഈ ബ്രിട്ടാസ് എതിർത്ത് സംസാരിക്കാൻ അറിയാത്ത ഒരാളൊന്നുമല്ലല്ലോ. തോന്നിയതുപോലെ സഭയിൽ നിന്ന് ഉറഞ്ഞു തുള്ളുന്ന ഒരു വ്യക്തിയല്ലേ. രേഖാമൂലം ആവശ്യപ്പെട്ടോ സഭാരേഖകളിൽ നിന്ന് മാറ്റണമെന്ന് ഏതെങ്കിലും സമയത്ത് ഈ ബ്രിട്ടാസ് ആവശ്യപ്പെടാൻ സാധിക്കൂലെന്നേ. കാരണം എന്താ? ബ്രിട്ടാസ് ഇതിന് പാലമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പരമാവധി ഉരുണ്ട് മറിച്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നിങ്ങൾ തന്നെ കേട്ടില്ലേ, വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ കേരളത്തിന് പാല വെക്കാനില്ല, അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിക്ക് പാലമാവാൻ തന്നെയാണ് തയ്യാറ് എന്നുള്ളത് വ്യക്തമാക്കി ബ്രിട്ടാസ് മുന്നോട്ട് വെച്ചില്ലേ. മറ്റു കുറച്ച് കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാ സമയങ്ങളിലും ഈ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ, നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇവിടെ പ്രതിപക്ഷം എന്താ വിളിച്ചു പറയാറുള്ളത്? പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊന്നും തരുന്നില്ല എന്ന് ബ്രിട്ടാസ് തന്നെ പറയുന്നത് കേട്ടില്ലേ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്രയൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ കേട്ടില്ലേ ബ്രിട്ടാസ് പറയുന്നത് തന്നെ. ബ്രിട്ടാസും കോൺഗ്രസും ഇതൊക്കെ ഒരു മുന്നണിയാ. ഇടതുപക്ഷം കോൺഗ്രസ് ഒക്കെ ഒരു മുന്നണിയാണല്ലോ നമ്മുടെ രാജ്യത്ത്. കേരളത്തിലെ പ്രബുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രബുദ്ധ ജനങ്ങളെ ഇങ്ങനെ വഞ്ചിച്ചാണല്ലോ ഇടതും കോൺഗ്രസ് കൂടി നാടകം കളിച്ച് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ദേശീയ തലത്തിൽ ഇവരൊക്കെ തന്നെ ഒറ്റക്കെട്ടല്ലേ. എന്നിട്ട് ബ്രിട്ടാസ് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ സ്വപ്ന പദ്ധതിയായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള PM ശ്രീയൊക്കെ നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഉണ്ട്, എന്നാൽ കേരളത്തിലില്ല. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം തന്നെ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പ് പിണറായി വിജയന് ഇതുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത് എന്ന് കൂടി ഒന്ന് മുന്നോട്ട് വെക്കാൻ നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടവരാണ്. ജോൺ ബ്രിട്ടാസ് ഫലപ്രദമായ ആ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാർലമെൻറ്റ് അംഗങ്ങളുടെ കൂട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ ഇടപെടൽ ശേഷി ബ്രിട്ടാസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നാടിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ MP-മാർ ചെയ്യാൻ ബാധ്യതപ്പെട്ട കാര്യം അത് ബ്രിട്ടാസ് നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടിയല്ല ബ്രിട്ടാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. നിങ്ങൾ കേട്ടില്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു. ബ്രിട്ടാസ് ചെയ്തത് എന്താണ്? കേരളത്തിന് വേണ്ടിയാണ്. ഇതും കൂടി മുന്നോട്ട് വെച്ചിട്ട് ലളിതമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഫാസിസ്റ്റ് സർക്കാർ എന്നൊക്കെ
ബ്രിട്ടാസെ ഇനിയും വിളിച്ചു പറയാൻ ഉളുപ്പും മാനവും നാണവും ഇല്ലേ? ഒരു ഉളുപ്പുമില്ലേ? ഓരോ മലയാളികളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. കേന്ദ്ര സർക്കാരുമായിട്ട് പാലമായിട്ട് പ്രവർത്തിച്ച് കേന്ദ്ര സർക്കാരുമായിട്ട് ഒപ്പുവെക്കാനാണെങ്കിൽ ഒപ്പുവെച്ചിട്ടുമില്ല എന്ന് പറഞ്ഞിട്ടും അതിനെതിരെ ഒരു നടപടിയായിട്ട് വരുന്നില്ല. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ എന്ന് വിട്ടുകൊടുക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ ഉളുപ്പില്ലാതെ ബ്രിട്ടാസ് വിളിച്ചു പറയാ എന്ന് ഫാസിസ്റ്റ് സർക്കാർ എന്ന്. ഈ ഫാസിസ്റ്റ് സർക്കാർ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം ഈ ബ്രിട്ടാസിന് അറിയോ എന്നൊരു നെറികേടാണ് ഈ വിളിച്ചു പറയുന്നത്. എല്ലാ രീതിയിൽ ചർച്ചകൾക്കും എല്ലാ രീതിയിലും തയ്യാറായിട്ടുള്ള കേന്ദ്ര സർക്കാരിന് എങ്ങനെയാണ് ബോധമുള്ള ഒരു മനുഷ്യന് ഫാസിസ്റ്റ് സർക്കാർ എന്നൊക്കെ വിളിച്ചു പറയാൻ സാധിക്കുക? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും PM ശ്രീ പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് വന്നു. നമ്മുടെ കേരളത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ കൃത്യമായിട്ട് മനസ്സിലാക്കി PM ശ്രീ നാടിന് ഉപകാരമാണ്. അതിന്റെ ഭാഗമായിട്ട് അവർ ഒപ്പുവെച്ചു. ഇത് നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയാ. രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോവാൻ, നമ്മുടെ പുതുതലമുറയ്ക്ക് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായത്. പുതിയ തലമുറയ്ക്ക് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഉന്നത നിലവാരം കൊടുക്കാൻ ഓരോ ബ്ലോക്കിലും 2 സർക്കാർ വിദ്യാലയങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് വലിയൊരു പദ്ധതി. ഇത് നല്ലതാണ് എന്ന് പിണറായി വിജയനും അതേപോലെ തന്നെ ബ്രിട്ടാസ് ഉൾപ്പെടെ മനസ്സിലാക്കിയിട്ട് ഒപ്പുവെച്ചിട്ട് പോലും കോൺഗ്രസ് ആണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒപ്പുവെച്ചു. എന്നിട്ട് എന്തുകൊണ്ട് അതിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നു? കാരണം കേരളം നിയന്ത്രിക്കുന്നത് ഈ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളാണോ? കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് പോവാ. അവിടുന്ന് സാധാരണക്കാരായ കുട്ടികൾക്ക് അതിന്റെ ആനുകൂല്യം കിട്ടുന്നുണ്ട്. എന്നാൽ കേരളത്തില് UDF അതിനെ ശക്തമായിട്ട് എതിർക്കുന്നത്. മറ്റു കോൺഗ്രസ് ഭരിക്കുന്നിടത്തൊക്കെ തന്നെ ഇതുണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയണം. ഇതൊപ്പൊക്കെ വെച്ചിട്ടും ഗതികെട്ട് പിന്മാറുന്നത് എന്തുകൊണ്ടാ? നരേന്ദ്രമോദി സർക്കാരിന്റെ സ്വപ്ന പദ്ധതി ഒന്നും നമ്മുടെ കേരളത്തിൽ നടത്തരുത്. അതൊക്കെ നടന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയിലേക്ക് കേരളത്തില് വളരെ വലിയ രീതിയിൽ സാധാരണക്കാര് ആകൃഷ്ടരാവും എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് തീവ്ര ചിന്താഗതിക്കാര് ഇതിനൊക്കെ തന്നെ കടക്കൽ കത്തിവെച്ച് നിലകൊള്ളുക. UDF-നെ ആണെങ്കിലും ഇവിടത്തെ ഇടതുപക്ഷത്തെ ആണെങ്കിലും മുസ്ലിം ലീഗ് മുതൽ പോപ്പുലർ ഫ്രണ്ട് വരെയുള്ള സംവിധാനങ്ങളാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ. അതല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും PM ശ്രീ പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും ജോൺ ബ്രിട്ടാസും ഒക്കെ ഇതിൽ ഒപ്പുവെച്ചിട്ടോ ഇതിന് പിന്നിൽ നിന്ന് മോദിയുടെ പദ്ധതി പാടില്ല, ഇത് ഞങ്ങളുടെ കേരളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെയൊക്കെ പിന്നിൽ നിന്ന് കൃത്യമായൊരു നിയന്ത്രണം ഉള്ളത് കൊണ്ടല്ലേ PM ശ്രീ പദ്ധതിയിൽ നിന്നൊക്കെ ഇവരൊക്കെ പിൻവാങ്ങുന്നത് എന്നുള്ളതൊക്കെ ബോധത്തോടു കൂടി ഓരോ മലയാളിയും തിരിച്ചറിയണോ. സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ നിന്ന് പോലും ഇവിടെയുള്ള സുഡാപ്പികള്, തീവ്ര ചിന്താഗതിക്കാര്, മുസ്ലിം ലീഗ് മുതൽ പോപ്പുലർ ഫ്രണ്ട് വരെയുള്ള സംവിധാനങ്ങള് UDF-നെയും ഇടതുപക്ഷത്തെയും നിയന്ത്രിച്ച് സാധാരണക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ പോലും തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യ. കേരളം ഇടതാണെങ്കിലും വലതാണെങ്കിലും, അതായത് UDF ആണെങ്കിലും LDF ആണെങ്കിലും ഇവരെ നിയന്ത്രിക്കുന്നത് തീവ്ര ചിന്താഗതിക്കാരാണ് എന്നുള്ളതൊക്കെ അല്ലേ ഇത്തരം വിഷയങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത്.